നാളവുമായി അജ്ഞരാം ഞങ്ങളിൽ നീ നിറയൂ, എന്നെന്നും ഞങ്ങളിൽ നീ നിറയൂ. തുടക്കമുത്സവം പഠിപ്പൊരുത്സവം ഇപ്പോൾ 198 കുട്ടികൾ വരെ ഉയർന്നു വന്നത്, നമ്പർ കൂടിയത് ഈ സ്കൂളിലെ അധ്യാപകരുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമവും അതോടൊപ്പം തന്നെ പ്രാർത്ഥനയുമാണ്. അതോടൊപ്പം ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ ഘടകമാണ് PTA എന്ന് പറയുന്നത്. അധ്യാപകർ അല്പം വിട്ടാലും PTA, അതായത് നിങ്ങളുടെ മാതാപിതാക്കളുടെ പ്രതിനിധിയും ടീച്ചേഴ്സിന്റെ പ്രതിനിധിയും അവരൊട്ടും പിന്നോട്ടില്ല എന്നുള്ള ഒരു വലിയ ആഗ്രഹത്തോടു കൂടെ തന്നെ ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒപ്പം നിൽക്കുന്നതും എനിക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ തരുണത്തില് പുതിയ ഒരു അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ബഹുമാനപ്പെട്ട HM-നും മറ്റു ടീച്ചേഴ്സിനും അനധ്യാപകർക്കും PTA അംഗങ്ങൾക്കും എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. ഇവിടെ കാണുന്നത് എല്ലാവരുടെയും കയ്യിൽ തന്നെ പല നിറങ്ങളിലുള്ള ബലൂൺ കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. വെരി ഗുഡ്. യെസ്, നിങ്ങൾക്ക് പലർക്കും ബലൂൺ കിട്ടി. അതിലുള്ള സന്തോഷം താത്തയും. നാലാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസി യോഗം. ശ്ലോകങ്ങൾ 38-39. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തസ്വയം യോഗ സംസിദ്ധഃ കാലേ ജ്ഞാനോദീരതി. പഠിപ്പൊരുത്സവം അറിഞ്ഞറിഞ്ഞു പോകെ ലോകമെത്ര സുന്ദരം. അപ്പൊ ഗംഭീരമായ ഒരു വരവേൽപ്പാണ് നിങ്ങൾക്ക് ഇപ്പൊ കുട്ടികൾക്ക് കിട്ടുന്നത്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അടുത്തുള്ള ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും കൂടെയൊക്കെ പറഞ്ഞു വിടാച്ചില്ലല്ലോ, അവർക്കൊക്കെ ജോലിക്കൊക്കെ പോണല്ലോ. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഭയങ്കര ഭാഗ്യമാണ്. എന്തൊരു വരവേൽപ്പാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്.
സൂര്യനുദിച്ചു നമുക്കിന്നറിവിന്നുത്സവഘോഷം പുസ്തകമധുരം മുതലാമിനിയും പൂമ്പാറ്റകളായി പാറാം അക്ഷര സൂര്യനുദിച്ചു നമുക്കിന്നറിവിന്നുത്സവഘോഷം പുസ്തകമധുരം മുതലാ This time I have given the terms of different അറിഞ്ഞറിഞ്ഞു പോകെ ലോകമെത്ര സുന്ദരം പോരും പോരും ആകാശതീരമേറി പറന്നിടാൻ കൂട്ടരേ എല്ലാവർക്കും നമസ്കാരം. ചേരും ചേരും ഉത്സവം 2024 അവിടെ സമഗ്ര ശിക്ഷ കേരളം നമ്മുടെ SSK പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് രക്ഷാകർതൃ വിദ്യാഭ്യാസം പ്രവേശനോത്സവത്തിന്റെ കൂടെ തന്നെ നടപ്പാക്കുന്നതിന്റെ ഉദ്ദേശം മറ്റൊന്നാണ്. നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും പാഠപുസ്തകങ്ങൾ ഇന്ന് ടീച്ചേഴ്സ് കൊടുത്തുവിടും. ഇതിന്റെ പിന്നാലെ ഒരാഴ്ച കഴിയുമ്പോഴേക്കും മാതാപിതാക്കൾക്കുള്ള പുസ്തകവും വീട്ടിലെത്തും. സർക്കാർ അതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. എന്തൊരു സർക്കാരല്ലേ! വീണ്ടും നമ്മൾ സ്കൂളിൽ പോക്കൊക്കെ കഴിഞ്ഞു, പാഠപുസ്തകം വായിക്കൽ കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് പുസ്തകം പരീക്ഷയൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പുസ്തകം കളയരുത്. നന്നായി വായിച്ച് പഠിച്ച് നോട്ടൊക്കെ റെഡിയാക്കി കാത്തിരിക്കണം കേട്ടോ. പരീക്ഷയുടെ ഡീറ്റെയിൽ ഞാൻ ഈ ക്ലാസ് കഴിയുമ്പോൾ പറയാം. മറ്റൊന്നുകൊണ്ടുമല്ല നമുക്ക് വിദ്യാഭ്യാസം വെച്ചിരിക്കുന്നത് മക്കളെ വളർത്തണ